അല്പസമയം മുമ്പ് വരുന്ന വാർത്ത ഈ വയനാട് CPM ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ അവിടെ കൽപ്പറ്റയിൽ ഇത്രയും ഭൂരിപക്ഷം കൂടാനുള്ള ഒരു കാരണം അന്ന് ആ കൽപ്പറ്റയിൽ ടൗൺഷിപ്പിന് ഉദ്ഘാടനത്തിന് സിദ്ദിഖിനെ കൂവിയതാണ് എന്നടക്കം പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ട്രോളുകളൊക്കെ ഇപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ് ജനം തിരിച്ചുകൂടി പ്രതികരിക്കുന്നുണ്ടോ? കൽപ്പറ്റയിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അവിടുത്തെ മുക്കുമൂലകളിൽ മുഴുവൻ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, അവിടുത്തെ പദ്ധതികൾ, അവിടുത്തെ പരിപാടികൾ, അവിടുത്തെ ട്രൈബൽ പ്രോജക്റ്റ്, വിദ്യാഭ്യാസ പദ്ധതികൾ ഈ എല്ലാം ആയിട്ട് വെൽ കണക്റ്റഡ്. ഞാൻ പുറത്തെ പരിപാടികൾക്ക് പോകും, KPCയുടെ പരിപാടികൾക്ക് പോകും, KPC നിയോഗിക്കുന്ന ചുമതലകൾ നിർവഹിക്കും. ബാക്കി എല്ലാ സമയത്തും ഞാൻ അവിടെ ചിലവഴിക്കും. രാവും പകലും ഇല്ലാതെ ചിലവഴിക്കും. ദുരന്തമുണ്ടായി. ഞാനന്ന് പനി പിടിച്ച് കിടക്കുകയാണ്. അന്ന് ഞാൻ അറിയുന്നത് അറൗണ്ട് ഒരു 1:45 ആ സമയത്തൊക്കെ അറിയുന്നത്. അന്ന് പുറപ്പെട്ട് പിന്നെ ദിവസങ്ങളോളം അതിൻ്റെ പിറകിലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. സർക്കാരിനോട് പറഞ്ഞിട്ട് സർക്കാർ ചെയ്യാതിരുന്ന കാര്യമാണ് ജനറൽ എഡ്യൂക്കേഷൻ. ഞങ്ങൾ നേരെ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റി. ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ അമേരിക്കയിലെ നോർത്ത് വിച്ച് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പയ്യനുണ്ട്. ആലപ്പുഴയിൽ MBBSന് പഠിക്കുന്ന കുട്ടിയുണ്ട്. MCAക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുണ്ട്. എൻജിനീയറിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മാനേജ്മെൻറ്റ് കോഴ്സ്, ഇതിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ദിവസം മേപ്പാടി ടൗണിലൂടെ പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെൽഫ് ഫിനാൻസിങ്ങിന് പണം കൊടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി എന്നെ വന്നിട്ട് കാണുക. എന്നോട് പറഞ്ഞു, സാറേ വീഴാൻ പോവുകയാണ്, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കുട്ടി കരഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഓഫീസിൽ സമാനമായിട്ടുള്ള 3 അനുഭവങ്ങൾ പിന്നെയും വരികയാണ്. ഞാൻ ഉടനെ ഭരണകൂടത്തെ സമീപിച്ചു, മന്ത്രിമാരെ സമീപിച്ചു. അടിയന്തരമായി ഇത് ചെയ്തില്ലെങ്കിൽ വേറെ കാഷ്വാലിറ്റി വരും. ഈ കുട്ടികൾക്ക് അച്ഛൻ പോയവരുണ്ട്, അമ്മ പോയവരുണ്ട്, കുടുംബം ഒന്നിച്ചു പോയവരുണ്ട്. ഇവരുടെ ജീവിതത്തിലെ ഏക പിടിവള്ളി ഈ എഡ്യൂക്കേഷനാണ്. അതുകൂടെ പോയാൽ പിന്നെ അവിടെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള സാഹചര്യത്തിലേക്ക് കുട്ടിയുടെ മാനസികാവസ്ഥ പോകും. ഓൾറെഡി അവർ മെൻ്റൽ ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുക, സീരിയസ് ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് നോക്കാം, ചെയ്യാം എന്നൊക്കെ മറുപടി കിട്ടി. ഞാൻ വിചാരിച്ചു ഇവർ ചെയ്യുമെന്ന്. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും ഇവർ ചെയ്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിടുത്തം വിടുകയാണ്. ഞാൻ ഉടനെ തണൽ ഡയാലിസിസ് ശൃംഖലയുണ്ട്, അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ബ്രെയിനും ട്യൂണും ചെയർമാനും പ്രിയപ്പെട്ട ഇദ്രീസ് ഡോക്ടറാണ്. അത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ എനിക്ക് റിലീഫ് ക്യാമ്പിൽ, ഞങ്ങളെല്ലാ റിലീഫ് ക്യാമ്പും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലീഫ് ക്യാമ്പാണ് നടത്തി. കുട്ടികൾക്ക് ഒരു പ്ലേ ഏരിയ ഉണ്ടാക്കി എല്ലാ ക്യാമ്പിലും. അപ്പോൾ ആ ക്യാമ്പിലേക്കുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഇദ്രീസ് ഡോക്ടറും വേറെ കുറച്ച് ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ സെറ്റ് ചെയ്തു. മിഠായി, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോള്, ഗെയിംസ്, ചെസ്സ്, TV, എല്ലാ റിലീഫ് ക്യാമ്പിലും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ അവസാനം എൻ്റെ മനസ്സിലേക്ക് വന്ന അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് വരികയാണ്. അപ്പം വന്നു പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 8 ജീവനക്കാരെ നിങ്ങൾ തരണം, അവരുടെ ശമ്പളം എൻ്റെ കയ്യിൽ എനിക്ക് ബാക്ക് ചെയ്യാൻ ഫൈനാൻഷ്യലായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇതൊരു ക്രൈസിസാണ്, ഉന്നത വിദ്യാഭ്യാസം. ഈ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ, നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ അവിടെ വലിയ മറ്റ് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അതൊരു വലിയ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ആളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരംഭിച്ചോ, ഞാനതിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണൂരുള്ള അഖിൽ കുര്യൻ എന്ന് പറഞ്ഞ ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി ഉൾപ്പെടെയുള്ള കോഴ്സ് പാസ്സായ കുട്ടികൾ, പ്ലസ് സൈക്കോളജിയും MSWയും പാസ്സായ കുട്ടികൾ, ഇങ്ങനെ ഈ 3 കാറ്റഗറി കുട്ടികളെ പിന്നെ പഠിച്ചിറങ്ങിയ ആളുകൾ. ഈ കുട്ടികളോട് ടോട്ടൽ ഡാറ്റ കളക്ഷൻ നടത്താൻ പറഞ്ഞു, പ്ലസ് മെൻ്റൽ സപ്പോർട്ട്. അതിൽ അഡ്വക്കേറ്റ് പ്രണവ്, അവൻ LLB LLM ഒക്കെ കഴിഞ്ഞ
മിടുക്കനായ പയ്യനാണ്. JNU എന്നാണ് കഴിഞ്ഞ്, അമിതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ അഷ്മിയ എന്ന് പറഞ്ഞ ഒരു കുട്ടി. ആ കുട്ടി ഇപ്പോഴും എൻ്റെ കൂടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ കോർഡിനേറ്ററായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുക. ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രണവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടികളാണോ ഉച്ചയ്ക്ക് വീഡിയോയിൽ സംസാരിച്ചത്? ഈ കുട്ടികൾ. ഇവർ ടോട്ടലായി ഈ കുട്ടികളുടെ ഇതെടുത്തു, ഡാറ്റ എടുത്ത് ഇപ്പം നോക്കുമ്പോൾ ടോട്ടലി അന്ന് ഒരു ഇയർ കവർ ചെയ്യാൻ 258 ലക്ഷം രൂപയാണ്. ഒരു ബാച്ച് മുഴുവൻ കുട്ടികളതല്ല, കുറേ കുട്ടികളെ ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തു. ഞാൻ നേരെ പോയി, എൻ്റെ സുഹൃത്താണ് ഏനപ്പൊയ്യ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഫറാദ്. 10 കുട്ടികൾ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. 10 കുട്ടികൾ. 2019 പുത്തുമല ഇൻസിഡൻറ്റിൽ വീട് തകർന്നതായ നിരഞ്ജന എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് BDSന് പഠിക്കുകയാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ തക്കല നിഷ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. 100 ചെലവും വഹിക്കുന്നത് മുഴുവൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റികളെ സഹായിച്ചു. പ്ലസ് ബാക്കി 147 കുട്ടികളുടെ പഠനത്തിൽ മേജർ ചങ്ക് എന്നെ സഹായിച്ചത് മലബാർ ഗോൾഡ്. ഞാൻ ഇദ്രീസ് ഡോക്ടറുടെ മലബാർ ഗോൾഡിൻ്റെ ചെയർമാനുമായിട്ട് സംസാരിച്ച് അവരാ പ്രോജക്റ്റിൽ ബാക്ക് ചെയ്ത് ഫറൂഖ് കോളേജ് സഹായിച്ചു, ഡോൺ ബോസ്കോ കോളേജ് സഹായിച്ചു. അവരൊക്കെ കുട്ടികളെ ഏറ്റെടുത്തു. ഒരൊറ്റ കുട്ടിയും വീടില്ല. ഞാനിന്ന് ആശ്വാസത്തോടു കൂടി ഒരു കാര്യം പറയാം. ഒരു പയ്യൻ, അവൻ്റെ അച്ഛൻ പോയി, അമ്മ പോയി, പെങ്ങൾ പോയി, വീട് പോയി, അവനൊറ്റയ്ക്കാണ്. എപ്പോഴും ഡൗണാണ്. ഞാൻ അവനോട് സാരഥി, അവൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MCA പഠിക്കുക. ആ കുട്ടിയോട് ഞാൻ എപ്പോഴും പറയും, മോനെ നമുക്ക് കോളേജ് പോകണടാ, ലൈഫ് തിരിച്ചു പിടിക്കണം, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. സൈക്കോളജിക്കൽ ബാക്കിങ് കൊടുക്കുന്ന കുട്ടി. അവനോട് ഒരു ദിവസം അവിടെ ഒരു കട നടത്തിയിരുന്നു, ടെക്സ്റ്റൈൽസ്. ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. ദുരന്തബാധിതർക്ക് ഫ്രീ ആയി വന്ന് ബ്രാൻഡഡ് സാധനങ്ങൾ മുഴുവൻ എടുക്കാം, ഫ്രീ ആയിട്ട്. റീസ്റ്റോർ എന്നായിരുന്നു അതിൻ്റെ കടയുടെ പേര്. അപ്പോൾ ഒരു സന്ധ്യ നേരത്തെ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പയ്യൻ്റെ കൂടെ അവൻ്റെ കുടുംബക്കാരൻ പയ്യനെയും നിർത്തിയിട്ടുണ്ട്. നടന്നു പോവുകയാണ്. അവരോട് പറഞ്ഞു, മോനെ നീ എന്തായാലും പോയേ പറ്റൂ, പോകാതിരിക്കരുത്, ഞങ്ങളൊക്കെ ഉണ്ട്. എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ ഇനി എന്തിനാ സാറേ പഠനം? സാറിങ്ങനെ എപ്പോഴും പറയുകയാണ്, എന്തിനാണ് സാറേ നീ? എനിക്കെന്ത് പഠനം? എൻ്റെതെല്ലാം പോയി, അച്ഛൻ പോയി, അമ്മ പോയി, പെങ്ങൾ പോയി, എനിക്കെന്ത് കോഴ്സും യൂണിവേഴ്സിറ്റിയാണ് സാറേ, എനിക്ക് ഇനി ഒന്നും വേണ്ട. ആ പയ്യനുൾപ്പെടെ എല്ലാ കുട്ടികളും പഠിച്ച് മുന്നോട്ട് പോകുന്നു. അതിൽ 53 കുട്ടികളുടെ കോഴ്സ് കഴിഞ്ഞു. അതിൽ 35 കുട്ടികൾ ഉപരിപഠനത്തിന് ചേർന്നു. അതിൽ 14 കുട്ടികൾ പ്ലേസ്ഡായി. ആ പ്ലേസ്ഡായിൽ ഒരാൾ ഈ സാരജ. ഇവനും എൻജിനീയറിംഗ് കഴിഞ്ഞ വിഷ്ണുവും 2 പേരെയും മലബാർ ഗോൾഡിലെ ചെയർമാനോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഒന്ന് നടത്തണം. ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹം തിരിച്ചു വിളിച്ച് പറഞ്ഞു, മിടുക്കൻ കുട്ടികളാണ്, 2 പേരെയും ഞാൻ ഓപ്റ്റ് ചെയ്തു, മാനേജറിയൽ പോസ്റ്റിൽ ഇന്ന് ശമ്പളം വാങ്ങി. ഒരു സൈലൻ്റ് എഡ്യൂക്കേഷണൽ റവല്യൂഷൻ മുണ്ടക്കൈയിലും ചൂരൽമലയിൽ നടക്കുകയാണ്. ആ വിപ്ലവം നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു സൊസൈറ്റി ബിൽഡിംഗ് നടക്കുകയാണ്. അത് ഭാവിയിലേക്കുള്ള ഇത് ദുരന്തം നടന്നതായ സ്ഥലങ്ങളിൽ ഇനി നടക്കാതിരിക്കട്ടെ, നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു അനുഭവപാഠമാണ്. അതൊരു വലിയ വിഷയമാണ്. ഈ ദുരന്തം തകർന്നു നിൽക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഓരോ സെഗ്മെൻറ്റ് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ സർക്കാർ ഏറ്റു, ഉന്നത വിദ്യാഭ്യാസം സർക്കാർ നടത്തേണ്ടതാണ്. അത് മുഴുവൻ ഒരൊറ്റ കുട്ടിയും വീഴാതെ, അമേരിക്കയിലെ കുട്ടി ഉൾപ്പെടെ എല്ലാം ക്ലിയർ. പക്ഷേ ഇത് അവിടുത്തെ ജനത്തെ കൃത്യമായിട്ട് അറിയാം, അവർക്കറിയാം. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാണ് ദുരന്ത സ്ഥലത്ത് ഇടപെട്ട അവരുടെ മറമാടാനുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ക്രമീകരണം നടത്തിയ, രാവും പകലും ഇല്ലാതെ കൂട്ടപ്രാർത്ഥന നടത്തി അടക്കച്ചെയ്യലിന് നേതൃത്വം കൊടുത്ത, ബാക്ക് ടു ഹോം കിറ്റ് കൊടുത്ത, റിലീഫ് ക്യാമ്പുകളുടെ കോർഡിനേഷൻ നടത്തിയ, രാഷ്ട്രീയത്തിനതീതമായി സർക്കാരുമായി യോജിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത, കുട്ടികളെ പഠിപ്പിക്കുന്ന, ഒരു വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗം നടത്തിയ ഒരു ജനപ്രതിനിധിയെ ഇവർ കൂകാൻ നോക്കിയാൽ അവിടെയുള്ള ജനം സമ്മതിക്കില്ല. തർക്കം വേണ്ട. ഇവർ കൂവുമ്പോൾ
ഞാൻ നോക്കിയത് ആ ക്യൂബിക്കളിലേക്കാണ്, ദുരന്തബാധിതർ ഇരിക്കുന്ന ക്യൂബിക്കൾ. ഒരാൾ പോലും കൂവിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് കൈയടിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ കൂവുന്നത് ദുരന്തബാധിതരല്ല, അവർ അത് ചെയ്യില്ല, ഈ മണ്ണിൽ അവർ ചെയ്യില്ല, ഇത് ചെയ്യുന്നത് പുറത്തുനിന്ന് വന്നവരും മറ്റുള്ളവരും എന്ന് അവിടെ എൻ്റെ സംസാരത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു പാളിച്ച പറ്റിയത് ഞാൻ ക്ലിയറായി പറയുന്നു. ഞാൻ രാജൻ മിനിസ്റ്ററോട് പറഞ്ഞു, രാജൻ മിനിസ്റ്ററെ, നിങ്ങളിത് പ്രോഗ്രാം പൊളിറ്റിസൈസ് ചെയ്യും, ഇനി അത് നേരെയാക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്, നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. അവസാനം എന്നോട് ചോദിച്ചു, സംസാരിക്കുന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ ആദ്യം ഒന്ന് പതറിയിരുന്നു. എൻ്റെ മണ്ണിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ണിൽ, ഇത്രയും കഠിനാധ്വാനം ചെയ്ത മണ്ണിൽ ഞാൻ ഇൻസൾട്ടഡായി, ഞാൻ അല്ലാതെയാവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലാലോചിച്ചു, ഞാൻ ഈ ആക്ഷേപം, ജീവിതത്തിലെ ഏറ്റവും വലിയ മോശം ആക്ഷേപം കേൾക്കാൻ ഞാൻ വിധേയനാകാൻ ഞാൻ അത്രത്തോളം മോശക്കാരനാണോ? അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് നേരിട്ടേ പറ്റൂ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, രാജ മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥലം MLA ആണ്, ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വർദ്ധിതമായി അവർ കൂടി. അത് കഴിഞ്ഞ് എന്നോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിയാബ് പറഞ്ഞു, നമുക്ക് ദുരന്തബാധിതരെ കാണണം. ഞങ്ങൾ നേരെ ഇറങ്ങി ദുരന്തബാധിതരെടുത്ത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കാതെ വന്നപ്പോൾ അതിരുവിട്ട കൂവലിന് വിധേയനായി ഞങ്ങൾ നേരെ ദുരന്തബാധിതരെടുത്ത് പോയി. അവിടുന്ന് സ്ട്രോങ് റിയാക്ഷനാണ്, സാർ ഞങ്ങളല്ല, ഞങ്ങളിത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യില്ല, ഇത് ഇവിടെ നടന്നത് വളരെ വൃത്തികേടാണ്. അവർ പ്രതികരിക്കുകയാണ്. പിന്നെ അവർ മന്ത്രിമാരോട് പ്രതികരിച്ചിട്ടുണ്ട്, അവർ ഉദ്യോഗസ്ഥരോട് അവിടെ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്, അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ വെച്ചുകൊണ്ട് പറയാം, ദുരന്തബാധിതരുടെ പരിപാടി ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ ഒരു ഇടതുപക്ഷ MLAക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഈ അനുഭവം ഞങ്ങൾ കൊടുക്കില്ല. കാരണം ദുരന്തബാധിത മേഖലയിലും സമൂഹത്തോടും ഇടപഴകുമ്പോൾ അവിടെ രാഷ്ട്രീയം പറ്റില്ല, അവിടെ എല്ലാവരെയും ചേർത്ത് നിർത്തണം. ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുഴിയെടുത്ത്, കിരൺ ആലോചിച്ചോളൂ, ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ 3-4 പാക്കറ്റുകൾ മാത്രം വെക്കുകയാണ്. ആ പാക്കറ്റുകൾ ആരുടെയൊക്കെയോ ആണ്, ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതിന് മറമാടുകയാണ്. ആ മറമാടിയതിൻ്റെ പിന്നെ അവസാനം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം, അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്. ആ കുഴിമാടത്തിൻ്റെ മേലെ വന്ന് പൊട്ടിക്കരയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ സ്ഥലത്ത് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ ബോധവും പക്വതയും ഉണ്ടാവണം. അവിടെ ഇത്രയും ആക്ഷേപത്തിൻ്റെ കൂക്കുവിളിക്ക് വിധേയനായിട്ടും ഒരക്ഷരം പോലും എൻ്റെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായി വരാതിരുന്നതിൻ്റെ കാരണം എനിക്ക് പറയാനറിയാം നന്നായിട്ട്. ചെയ്യാത്ത കാര്യങ്ങൾ പറയാം, മറ്റു കാര്യങ്ങൾ പറയാം, ഒക്കെ പറയാം. പറയാതിരുന്നത് ആ മണ്ണായതുകൊണ്ട്. അതിൻ്റെ വേദനയും അതിൻ്റെ അനുഭവവും അത്ര കൂടുതലാണ്. ഞാൻ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷന് പോയ MLA ആണ്. പുറത്തു വല്ലാതെ ആർക്കും അറിയില്ല. എൻ്റെ ബ്രദർ ഡോക്ടറാണല്ലോ. ഞാൻ 13 കിലോ വെയിറ്റ് കുറഞ്ഞൊരു ജനപ്രതിനിധി. അത് ഈ ദുരന്തം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കോളജിക്കൽ സപ്പോർട്ടിന് ഞാൻ പെട്ടെന്ന് കരഞ്ഞു. വേദന പറയുമ്പോൾ പെട്ടെന്ന് കരയും. അങ്ങനെയൊക്കെയായിരുന്നു. സൈക്കോളജിക്കൽ സപ്പോർട്ടിന് ഇൻ്റർവെൻഷന് പോയാളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അത്. രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല, ഇനിയും രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല. ആ മണ്ണ് കൃത്യമായി എല്ലാവരെയും ചേർത്ത് നിർത്തി. അതിൽ സർക്കാർ, അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ദുരന്തബാധിതർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ട ഒരു മണ്ണാണ്. ആ മണ്ണിൽ വ്യത്യസ്തമായ അതിനൊരു ഇലക്ഷൻ ലോഞ്ചിങ് പ്രോഗ്രാമാക്കി ഇവർ മാറ്റി. അതാണ് ഇവർക്ക് പറ്റിയ ആദ്യത്തെ പാളിച്ച. ആദ്യം വെച്ച ഡേറ്റ് മാറ്റി രണ്ടാമത്തെ ഡേറ്റിലേക്ക് ഫിക്സ് ചെയ്തത് ക്യാമ്പയിൻ ഉദ്ഘാടനമാക്കി മാറ്റി എന്നതാണ്. ഒരിക്കലും ശരിയായില്ല. അതിൻ്റെ പ്രതിഫലനമാണ് അവർക്ക് കിട്ടിയത്. അതുൾപ്പെടെ ഇപ്പോൾ വീടിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ